കേന്ദ്ര സർക്കാരിന് വേണ്ടി ഇന്നലെ മറുപടി പറഞ്ഞ JP നഡ്ഡയുടെ മറുപടിയിൽ ആദ്യത്തെ പാർട്ട് എന്താണ്? ആശാ വർക്കർമാർ ചെയ്യുന്ന സേവനത്തെപ്പറ്റി പ്രകീർത്തിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥ വർദ്ധിപ്പിക്കണമെന്ന അഭിപ്രായത്തോട് ഞങ്ങൾ യോജിക്കുന്നു, അത് ഗൗരവമായി ചിന്തിക്കും, അതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞില്ലേ? അല്ലാണ്ട് അവർക്കതിന് അർഹതയില്ല, അവർ അനാവശ്യമായി സമരം ചെയ്യുകയാണ്, ഇവരുപയോഗിച്ച പോലെ പദപ്രയോഗങ്ങളൊന്നും പാർലമെൻ്റ് അകത്ത് ഉപയോഗിക്കാൻ പാടില്ല, എങ്കിലും അകത്തോ പുറത്തോ ഞങ്ങൾ ഉപയോഗിച്ചോ? ഇല്ലല്ലോ. ഞങ്ങൾ ഈ സമരത്തിലെ ആവശ്യത്തിനെതിരല്ല. ഇന്ത്യയിൽ ആകമാനം ആശാ വർക്കർമാർക്ക് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന വേതനം, അതായത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതും വർദ്ധിപ്പിക്കണം എന്ന് അഭിപ്രായമുള്ളവരാണ് ഞങ്ങൾ. പക്ഷെ പ്രശ്നം എന്താണ്? 21,000 ആക്കാം എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞതാരാ? അതല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇപ്പം പറയുന്ന ആന്ധ്രാപ്രദേശ് അത്രേ കൊടുക്കുന്നുള്ളൂ. ആന്ധ്രാപ്രദേശ് വാഗ്ദാനം ചെയ്തതാണ് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത്. NDA ഗവൺമെൻറ് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ NDA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ഇലക്ഷൻ നേരിട്ടപ്പോൾ അവരുടെ വാഗ്ദാനമായിരുന്നു 10,000 ആക്കും. അതായത് കേന്ദ്രം തരുന്ന 2,000-ൻ്റെ കൂടെ 8,000 കൂടി കൊടുത്ത് ഞങ്ങൾ 10,000 ആക്കുന്നു. അവരത്രയേ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ, അവരത് ചെയ്തു. സിക്കിമിൽ അവർ 10,000 ആക്കി. ഇപ്പം പറയുന്നത് സിക്കിമിൽ 600 ഉള്ളൂ. സിക്കിമിൽ 600 ഉള്ളൂ. കാരണം ഒരു ലോക്സഭാ സീറ്റുള്ള മണ്ഡലമാണ് സിക്കിം. സിക്കിമിൽ ഒരു ലോക്സഭാ സീറ്റേ ഉള്ളൂ. അത്ര ചെറിയ സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിലെ ജനസംഖ്യ എത്രയാ? കേരളത്തിലെ ജനസംഖ്യ എത്രയാ? അപ്പോൾ സിക്കിമിൽ അവർ 10,000 ആക്കിയെന്ന് മാത്രമല്ല, അവരെ അബ്സോർവ് ചെയ്യാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരായി അബ്സോർവ് ചെയ്യാനും തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാ അതൊക്കെ പറയാൻ പോകുന്നത്? നിങ്ങൾ ചെയ്തത് പറ. ആന്ധ്രാപ്രദേശിൽ അങ്ങനെയുള്ളൂ, ആയിക്കോട്ടെ എന്ന്. ആന്ധ്രാപ്രദേശ് കിട്ടുന്നത് പോരെങ്കിൽ അവിടുത്തെ ആശാ വർക്കർമാർ സമരം ചെയ്തോളും. സിക്കിമിൽ കിട്ടുന്നത് പോരെങ്കിൽ അവിടുത്തെ ആശാ വർക്കർമാർ സമരം ചെയ്തോളും. അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകക്ഷി വാഗ്ദാനം ചെയ്തത് അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാഗ്ദാനം ചെയ്തത് നിങ്ങൾ ചെയ്യ്. നിങ്ങളല്ലേ 700 ദിവസം കൊടുക്കുമെന്നും 21,000 ആക്കുമെന്നും പ്രകടന പത്രികയിൽ അങ്ങനെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പാലിക്ക്. ഒന്ന്, പ്രകടന പത്രികയിൽ പറയാതിരുന്നു എന്നുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. 21,000 ആക്കണം. പക്ഷേ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലെ ഈ വിഭാഗങ്ങളെ കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ്? അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങി സ്കീം വർക്കേഴ്സിന്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തുകളിലെയും കൗൺസിലേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. അല്ലാതെ സംഖ്യ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്ര കൊടുക്കും, ഇതിൽ കൂടുതൽ കൊടുക്കും, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ല, അതല്ല ഇവിടുത്തെ വിഷയം. അല്ല വേണ്ടേലോ, ഇളമരം കരീം 700 ആക്കണമെന്ന് പറഞ്ഞില്ലേ? CITU സമരം ചെയ്തില്ലേ? ഇവർക്കങ്ങ് കൂട്ടിക്കൊടുത്തൂടെ? അത് ശരി, CITU പിന്നെ എന്തിനാ സമരം ചെയ്ത്? തങ്ങളെ കൈവശമുള്ള ഗവൺമെൻറ്, ഏക ഗവൺമെൻറ് കേരളത്തിൽ, അല്ല ഇന്ത്യയിൽ കേരള ഗവൺമെൻറ്റാണ്. മാതൃക കാണിക്കട്ടെ എന്ന്. മാതൃക കാണിക്കട്ടെ. ആന്ധ്രാപ്രദേശിനെ കുറ്റം പറയുന്നതിന് പകരം, സിക്കിമിനെ കുറ്റം പറയുന്നതിന് പകരം മാതൃക കാണിക്കട്ടെ. കേന്ദ്രം അംഗീകരിച്ചു. ഇവരുടെ വേതന വ്യവസ്ഥ പോരാമെന്ന് പറഞ്ഞ് കേന്ദ്രം, ആ വാദം കേന്ദ്രം അംഗീകരിച്ചു കഴിഞ്ഞു. ഇവരംഗീകരിക്കട്ടെ. ഇവർ അംഗീകരിച്ചിട്ട് ഇവർ എളമരം കരീം ആവശ്യപ്പെട്ടതുപോലെ, CITU ആവശ്യപ്പെട്ടതുപോലെ ഇവർ ശക്തിപ്പെടുത്തും, വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ആവശ്യമായ 700 രൂപ എന്ന് വെച്ചാൽ ഈ 21,000-ന്റെ കണക്കഥ 700 × 30 അതങ്ങ് നടപ്പിലാക്കട്ടെ എന്ന്. ശരി, മിനിമം കൂലിക്ക് സമാനമായ തുക വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവരുടെ ആവശ്യത്തിൽ യാതൊരു തകരാറുമില്ല. സിക്കിമിനുള്ള വേറൊരു അഡ്വാൻറ്റേജ്, അവർ ഇൻസെന്റീവിന്റെ കേരളമൊക്കെ 60-40 അനുപാതത്തിൽ കൊടുക്കുമ്പോൾ സിക്കിം അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ 90-10 എന്നുള്ളതിൽ 10% കൊടുത്താൽ മതി എന്നൊരു അഡ്വാൻറ്റേജ് കൂടി അവർക്കുണ്ട് ഇൻസെന്റീവുകളുടെ കാര്യത്തിൽ.